ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പെർഫെക്റ്റായിട്ട് പയറുപ്പേരി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യണത്. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള പയറുപ്പേരി, തൃശ്ശൂർക്കാർ പയറുപ്പേരി എന്നാണ് പറയുക, അല്ലെങ്കിൽ പയർ മെഴുക്ക് പുരട്ടി എന്ന് പറയാം. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോയി ചെടികളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നൊരു പാചകത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പയർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഒരു 5-6 ചെറുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്നതൊക്കെ വലിയ ഉള്ളിയാണ് കേട്ടോ, അതിന് നല്ല വലുപ്പത്തിലിരിക്കണത്. പിന്നെ കുറച്ച് നാളികേരം കൂടെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഞാനിത് ചെറിയൊരു ഓട്ടുരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇങ്ങനെ നല്ല കട്ടിയുള്ള പാത്രങ്ങളിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. അതുപോലെ അടിയിൽ പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. അപ്പോൾ അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നപ്പോൾ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് നന്നായി വഴന്നു വരണം. ചുവട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് ഫ്ലെയിം ഇത്തിരി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചധികം നേരം നമുക്കിത് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല വലിപ്പമുള്ള ഉള്ളി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. 2 ദിവസം മക്കൾക്ക് മുടക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എൻ്റെ ചേച്ചിയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇന്നലെ പോയി, ഞായറാഴ്ച അവർ പോയി. അപ്പോൾ ഞാനും ഇന്നലെ പോകാനായിട്ട് റെഡി ആയതായിരുന്നു. അപ്പോഴാണ് തിങ്കളാഴ്ച മഴ ആയതുകൊണ്ട് അവധി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ന് വൈകിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതാ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണയായിട്ട് നമ്മുടെ ഉപ്പേരിക്കറികളിലൊക്കെ കുത്തുമുളകാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. കുത്തുമുളകെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ മുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തത്. അതാണ് ഉപ്പേരിക്കറികൾക്കും മെഴുക്ക് പുരട്ടിക്കൊക്കെ ഏറ്റവും ടേസ്റ്റ് വരുന്നത്, അതിട്ട് കൊടുക്കുമ്പോഴാണ്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ കുത്തുമുളകില്ല, അപ്പോൾ ഞാൻ സാധാരണ മുളക് പൊടി തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ പച്ചപ്പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പയറിടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അവസാനം നാളികേരം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പയറിൽ ഈ മസാലയൊക്കെ നന്നായി ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ നാളികേരം ചേർത്ത് കൊടുക്കാറുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ പച്ചപ്പയർ മെഴുക്ക് പുരട്ടി ആയിട്ടാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നാളികേരം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ചും തുറന്നും അങ്ങനെ അടച്ച് വെച്ച് പിന്നെ തുറന്നൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് അങ്ങനെ അടിയിൽ പിടിക്കാതെ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് മൂടി വെച്ച് വേവിക്കാനായിട്ട് പോണത്. മൂടി വയ്ക്കുമ്പോൾ ആ ആവിയിലിരുന്നത് നന്നായിട്ട് വേവും. നമ്മൾ പയർ സാധാരണ വെള്ളത്തിൽ വേവിച്ച് കറി വയ്ക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ വേവിക്കുമ്പോൾ. ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൈയളവിനാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കാറുള്ളത്. സ്പൂണിലിട്ട് കൊടുത്താൽ എനിക്കത് ശരിയാവാറില്ല. അപ്പോൾ ഇതാണ് ശീലം. അപ്പോൾ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കാറ്. ഇത് ഏകദേശം കറക്റ്റായിട്ട് തന്നെ വരാറുണ്ട്, ഒട്ടും കൂടാറില്ല. ഇനി ഉപ്പും മുളകും എല്ലാം ഈ പയറിൽ നല്ല രീതിയിൽ പിടിക്കാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വേവിക്കണത്. ഇപ്പോൾ തന്നെ ഇതൊരു പകുതി വേവായിട്ടുണ്ട്. ഇനിയും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്നതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാവോ എന്ന് എനിക്കറിയില്ല. നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട് പുറത്ത്. ഞാനിവിടെ പയറുപ്പേരി ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മ അപ്പുറത്ത് ചെമ്മീൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീൻ തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെമ്മീൻ ഫ്രൈ ആണ്. അവർക്ക് കറിയേക്കാളും ഇഷ്ടം ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതാണ്. അമ്മാമ്മ അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പയറുപ്പേരി എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി
ആ ഉരുളിയുടെ സെൻറ്ററിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരുപോലെ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇനി അത് ആ ആവിയിലിരുന്നൊന്ന് വേവട്ടെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. നല്ല ചുവട് നല്ല കട്ടിയുള്ള പാത്രമായതുകൊണ്ട് പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കില്ല. എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഞാനിത് 1-2 തവണ അടച്ചും തുറന്നും നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആവിയിൽ വേവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇങ്ങനെ നമ്മൾ വേവിക്കുമ്പോൾ ഇതിൽ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ആ പയറിൽ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ തുടക്കക്കാരായ ആളുകൾക്കൊക്കെ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചപ്പയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു വെറൈറ്റി ഡിഷൊന്നുമല്ല, മിക്കവരും വീടുകളിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷെ അതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ കുക്കിംഗ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം.